അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് KTUവിൻ്റെ ബിടെക്കിൻ്റെ സെമസ്റ്റർ 4ൻ്റെ OS എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് OS എന്താണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് സംഭവങ്ങളാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ചാനലാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് പഠിപ്പിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും, അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ടുള്ളത് OS എന്താണ്. OS എന്താണെന്ന് നമ്മൾ പഠിച്ചാലേ നമുക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ ആദ്യമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. OS എന്താണെന്ന് മിക്കവർക്കും അറിയാം. OS എന്തുവാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. OS എങ്ങനെയുള്ളതാണ്, OS എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്നു, ഇതെല്ലാം മിക്കവർക്കും അറിയാം. ഓക്കെ, എന്നാലും ഞാൻ പറയാം. നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രവർത്തിക്കുന്നത് എന്താണ്? നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, അപ്പോൾ ആദ്യം എന്താണ് വരുന്നത്? അതിലൊരു ബൂട്ട് പ്രോസസ്സ് വരും. അവിടെ വെച്ച് മുതൽ നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു? OS സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മളൊരു കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ മുതൽ, അപ്പോൾ എന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ OS കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന മുതൽ നമ്മൾ ഓഫ് ആക്കുന്ന വരെ ഈ OS റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ VS കോഡ് അല്ലെങ്കിൽ വാട്സപ്പ്, ഗെയിംസ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം പ്രവർത്തിക്കാൻ ഇതിൻ്റെ പിന്നിൽ ഒരാൾ വേണം. ആ ആളാണ് OS. അതിൻ്റെ നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യുന്ന ഒന്നാണ് OS. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഹാർഡ്വെയേഴ്സും സോഫ്റ്റ്വെയേഴ്സും നിയന്ത്രിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എല്ലാ ഹാർഡ്വെയേഴ്സും സോഫ്റ്റ്വെയർസ് നമുക്കറിയാം. ഹാർഡ്വെയേഴ്സും സോഫ്റ്റ്വെയർസും നമുക്കറിയാം. അതെല്ലാം പ്രവർത്തിക്കാൻ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് നമ്മുടെ യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിൻ്റെയും ഹാർഡ്വെയേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ്വെയർ ആക്സസ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുവാണ്. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നിരുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമറാണ്. നമ്മളൊരു കസ്റ്റമറായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു കസ്റ്റമറായിട്ട് വിചാരിച്ച് നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുവാണ്. ഫുഡ് ഉണ്ടാക്കുന്നത്, നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? കിച്ചണിൽ. ആ കിച്ചണിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടോ? ഇല്ല. അവിടെ ചെന്ന് നമുക്ക് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ കിച്ചൺ പോയി കാണാം, അടുത്ത് വൃത്തി കാണാം, എന്നല്ലാതെ നമുക്ക് അവിടെ പോയി ഫുഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ആര് വരും? വെയിറ്റർ വന്ന് ഓർഡർ എടുത്ത് കൊണ്ടുപോയി കിച്ചണിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് എടുത്ത് തിരിച്ച് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ കസ്റ്റമർ ആയിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നു, നമുക്ക് വേണ്ടത് ഫുഡാണ്. ഈ വെയിറ്റർ ഇവിടെ എന്തായിട്ട് പ്രവർത്തിക്കുന്ന? ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. അതുപോലെ നമ്മളും ഹാർഡ്വെയർ. യൂസേഴ്സ് ആയിട്ടുള്ള യൂസേഴ്സ് ആണ് കസ്റ്റമർ. നമ്മളെ റെസ്റ്റോറൻറ്റിലെ കസ്റ്റമറിനെ യൂസർ ആയിട്ട് എടുക്കണം. ഓക്കെ, നമ്മളാണ് കസ്റ്റമർ, നമ്മൾ യൂസറായി. ഹാർഡ്വെയർ എന്തുവാ? കിച്ചൺ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് കിച്ചൺ. ആ കിച്ചണിനെ നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് എടുക്കണം. ഓക്കെ, യൂസേഴ്സ് ആയിട്ടുള്ള നമ്മൾ കസ്റ്റമർ, അതായത് യൂസേഴ്സ്, ഹാർഡ്വെയർ നമ്മുടെ കിച്ചൺ ആയിട്ട് എടുക്കും. അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് സാധനങ്ങൾ കൊണ്ടുതരുന്ന ആളാണ് വെയിറ്റർ. ഈ വെയിറ്റർ ആണ് എന്ത്? OS. നമ്മളൊരു കമ്പ്യൂട്ടറിലെ വെയിറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് OS. നമുക്കും ഹാർഡ്വെയറിനും ഇടയിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഥലമാണ് OS. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് OS. നമ്മൾ കൊടുക്കുന്ന എല്ലാ റിക്വസ്റ്റുകളും ഹാർഡ്വെയറിലേക്ക് അയക്കുന്നത് ആരാണ്? ഈ OS ആണ്. അതായത് നമ്മളൊരു ഹോട്ടലിൽ ചെന്ന്, ഞാൻ പറഞ്ഞ പോലെ ഹോട്ടലിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ആ ഫുഡിന്റെ റിക്വസ്റ്റ് കിച്ചണിൽ എത്തിക്കുന്നത് ആരാണ്? വെയിറ്റർ, അതായത് OS. ഓക്കെ, അത് മനസ്സിലായല്ലോ. നമ്മൾ OS എന്താണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് OS ആണ്. OSന്റെ ഫങ്ഷൻ,
ഇപ്പൊ നമ്മൾ ഈ വെയിറ്റഡ് ആയിട്ടുള്ള OSന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ OS ആണ്. അപ്പൊ നമ്മൾ OSന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രോസസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു റണ്ണിങ് പ്രോഗ്രാമിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേ പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രോസസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ, നമ്മൾ ക്രോം തുറന്നു. അപ്പോൾ ക്രോം ഇപ്പോൾ ഒരു പ്രോസസ്സാണ്. നമ്മളത് തുറന്നു, അതൊരു പ്രോസസ്സാണ്. അവിടെ ഒരു റണ്ണിങ് ഉണ്ടായി. അതായത് നമ്മൾ ക്രോമിന്റെ ഇതെടുത്തു, ഐക്കൺ എടുത്തു, നമ്മളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അത് ഓപ്പൺ ആയി. അപ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടന്നു. ക്രോം അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു പ്രോഗ്രാം. ക്രോം നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ അതൊരു പ്രോഗ്രാം മാത്രം. നമ്മൾ ക്രോം തുറക്കുമ്പോൾ അതൊരു പ്രോസസ്സ് ആവും. അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ തുറന്നു, VS കോഡ് തുറന്നു, അതെല്ലാം ഒരു പ്രോസസ്സാണ്. ഇപ്പോ നമ്മൾ OSന്റെ ഫങ്ഷൻ, ഈ പ്രോസസ് മാനേജ്മെന്റിൽ ഈ പ്രോസസ് എങ്ങനെയെല്ലാം മാനേജ് ചെയ്യാം എന്ന് നമ്മുടെ OS ആണ് തീരുമാനിക്കുന്നത്. അതാണ് OSന്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? CPUന്റെ ആക്സസ് വേണം. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നമുക്ക് അതിന്റെ CPUന്റെ ആക്സസ് ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ പ്രോസസ്സും നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ പ്രോഗ്രാമും കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റണ്ണ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാരാ? ഇത് CPUന് ഷെഡ്യൂൾ ചെയ്യുന്നതാരാ? OS ആണ്. OS ആണ് CPUന് ആദ്യം ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു പ്രോസസ് എങ്ങനെയെല്ലാം റണ്ണ് ചെയ്യണം, എപ്പോ റണ്ണ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? പ്രോസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതാണ് കേർണൽ. ഒരു കേർണൽ എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കേർണൽ. ഒരു കോർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് കേർണൽ. ഒരു OSന്റെ ഏറ്റവും കോർ പാർട്ടായിട്ടുള്ളതാണ് കേർണൽ. കേർണൽ എപ്പോഴും മെമ്മറിയിൽ ഉണ്ടാവും. ഇത് നേരിട്ട് CPU, RAM, ഹാർഡ് ഡിസ്ക്, കീബോർഡ് തുടങ്ങിയ ഹാർഡ്വെയറിനോട് സംസാരിക്കും. അപ്പോൾ കേർണൽ എന്താണ്? ഒരു OSന്റെ കോർ പാർട്ടാണ്. കേർണൽ എപ്പോഴും മെമ്മറിയിൽ ഉണ്ടാവും. കേർണൽ ഒരിക്കലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല, കാരണം അതാണ് OSന്റെ കോർ പാർട്ട്. ഇതിന് എല്ലാ ആക്സസും ഉണ്ട്. നമ്മൾ കേർണലിന് എല്ലാ ആക്സസും ഉണ്ട്. ഹാർഡ്വെയർ ആക്സസ് എല്ലാം ഉണ്ട്. അതിന് ഡയറക്റ്റ് ആയിട്ട് CPU ആക്സസ് ഉണ്ട്, റാമിന്റെ അടുത്ത് ആക്സസ് ഉണ്ട്. എല്ലായിടത്തും നമ്മുടെ ഈ കേർണലിന് ആക്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ OSന് ഒരു കമ്പനി ആയിട്ട് അസ്യൂം ചെയ്യണം. കേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ മാനേജറാണ്. ഒരു മാനേജർ ഇല്ലാതെ കമ്പനി ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. കമ്പനിയിൽ നിർബന്ധമായിട്ടൊരു മാനേജർ അത്യാവശ്യമാണ്. അപ്പോൾ OS ഒരു കമ്പനി ആണെങ്കിൽ കേർണൽ അതിന്റെ മാനേജറാണ്. ആ ഒരു കമ്പനി എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? കേർണലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് OS ആണ്. ഫങ്ഷൻസ് ഓഫ് OS നമുക്കറിയാം. OS എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പഠിച്ചു? OS ആണ് ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാം നിയന്ത്രിക്കുന്നത്. ഒരു മാസ്റ്റർ കൺട്രോളർ ഓഫ് എ കമ്പ്യൂട്ടർ ആണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തത്, അപ്പോൾ എന്തായാലും ഈ മാസ്റ്റർ കൺട്രോളറിന് എന്തായാലും ഒരുപാട് ഫങ്ഷൻസ് കാണും നമ്മുടെ OSൽ. അതിൽ ആദ്യത്തെ ഫങ്ഷനാണ് പ്രോസസ് മാനേജ്മെന്റ്. എന്താണ് ഒരു പ്രോസസ്? ഒരു പ്രോസസ് എന്താണ്? ഒരു റണ്ണിങ് പ്രോഗ്രാമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോഗ്രാം എന്താണ്? ഒരു ഹാർഡ് ഡിസ്കിൽ ഇരിക്കുന്ന ഒരു സംഭവത്തിനെ, അതായത് ഒരു റൺ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് പ്രോഗ്രാം. ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അത് പ്രോസസ് ആവും.
ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രോം ഒരു ഐക്കണായിട്ട് മാത്രം ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാതെ അത് ഓപ്പൺ ചെയ്യാതിരിക്കുമ്പോൾ അതെന്തുവാണ്? അതൊരു പ്രോഗ്രാമാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രോസസ് ആവും. ക്രോം ഇപ്പോൾ ഓപ്പൺ ചെയ്തു നമ്മൾ, അപ്പൊ അതൊരു എന്താണ്? പ്രോസസ്സാണ്. ഇപ്പൊ റണ്ണിങ് പ്രോഗ്രാം ആണ് പ്രോസസ് എന്ന് നമുക്കറിയാം. ഈ കേണൽ എന്തുവാ ചെയ്യുന്നത്? ഈ ഒ എസിലുള്ള കേണലാണ് മെയിൻ പാർട്ട്. ഈ കേണലാണ് ഈ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. ആ കേണൽ എന്തോ ചെയ്യും? ഏതൊക്കെ പ്രോസസ്സ് എപ്പോ ഒക്കെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ കേണലാണ്, അല്ലെങ്കിൽ ഒ എസ് ആണ്. എല്ലാ പ്രോസസ്സിനും CPU ടൈം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ഈ കേണലാണ്, അല്ലെങ്കിൽ ഒ എസ് ആണ്. അതായത് CPUല് ഇപ്പൊ നമ്മുടെ CPU നമുക്കറിയാം, കേണലിന്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് CPUനോട്. അപ്പോൾ ഈ കേണൽ തീരുമാനിക്കും ഏത് പ്രോസസ്സ് എപ്പോൾ ചെയ്യണം, ഏത് പ്രോസസ്സ് അടുത്തതായിട്ട് ഏത് പ്രോസസ്സ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ OS ആണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ പ്രോസസ് മാനേജ്മെന്റ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് OS ആണ്. എന്തൊക്കെ ജോലികളാണ് ഈ പ്രോസസ് മാനേജ്മെന്റിൽ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, പുതിയ പ്രോസസ്സുകൾ ഉണ്ടാക്കും, ക്രിയേറ്റ് ചെയ്യും, CPU ടൈം ഷെഡ്യൂൾ ചെയ്യും, ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും, അതിന് വീണ്ടും റെസ്യൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വീണ്ടും റൺ ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാനും നമ്മുടെ ഈ OSന് പറ്റും. അപ്പോൾ എന്തൊക്കെ പറ്റും? നമ്മുടെ OSന് ഒരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും, സസ്പെൻഡ് ചെയ്യാൻ പറ്റും, റെസ്യൂം ചെയ്യാൻ പറ്റും, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ പ്രോസസ് മാനേജ്മെന്റിൽ നിന്ന് എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ പ്രോസസ് മാനേജ്മെന്റ് ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അടുത്തതായിട്ടുള്ള OSന്റെ ഫംഗ്ഷൻ ആണ് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് നമുക്കറിയാം, ഓരോ പ്രോസസ്സിനും പ്രത്യേകം മെമ്മറി ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ. ആ മെമ്മറി സ്പേസിൽ ഒന്നിന്റെ മെമ്മറി സ്പേസിൽ വേറൊന്ന് കയറിയാൽ എന്തോ പറ്റും? അവിടെ കറപ്ഷൻ ഉണ്ടാകും. നമ്മുടെ OS അത് വരാതെ, അതായത് ഈ കറപ്ഷൻസ് വരാതെ, ഇത് തമ്മിൽ കൊളൈഡ് ആവാതെ എല്ലാം നമ്മളെ ഓരോ പ്രോസസ്സിനെ പ്രത്യേകം മെമ്മറിയിലാക്കി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്റ്റൽ ഉണ്ട്, നമ്മുടെ എല്ലാ കോളേജസിലും ഹോസ്റ്റൽസ് ഉണ്ട്. അതായത് നമ്മുടെ ഓരോ ഹോസ്റ്റൽസിലും ഓരോ റൂംസിലും ഓരോ മെമ്പേഴ്സ് കാണും. അതായത് 101 ഇപ്പൊ അരുണാണ്, 102 രാഹുലാണ്, 103 അനു ആണ്. ഈ അനുവിന് രാഹുലിന്റെ റൂമിലോ അല്ലെങ്കിൽ രാഹുലിന് അരുണിന്റെ റൂമിലോ അങ്ങനെ മാറിക്കിടക്കാൻ പറ്റത്തില്ല. അതായത് ഓരോ പ്രോസസ്സിനും സ്വന്തം മെമ്മറി സ്പേസ് ഉണ്ട്, അത് മാറാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ OS മെമ്മറി മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കും, ഓരോ സ്ഥലത്തും അലോക്കേറ്റ് ചെയ്ത് വെക്കും. അടുത്തതായിട്ട് ഈ ഉപയോഗം കഴിഞ്ഞ പ്രോസസ്സിനെ അവിടുന്ന് ഫ്രീ ആക്കി, മെമ്മറിയെ ഫ്രീ ആക്കി വെക്കും. ഓക്കെ, തേർഡ് വൺ, റാം ഫുൾ ആണെങ്കിൽ ചില ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റും. റാം ഇപ്പൊ നമ്മുടെ ഒരു പ്രോസസ്സ് വന്നു, അപ്പൊ റാം ഫുൾ ആണ് എങ്കിൽ വേറെ ഡേറ്റ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റും, അതായത് സ്വാപ്പിംഗ് ചെയ്യും. അടുത്ത, ഫ്രീക്വന്റ്ലി യൂസ്ഡ് ചെയ്യുന്ന ഡാറ്റ ക്യാഷ് ചെയ്ത് വെക്കും. ഓക്കെ, അടുത്തതായിട്ടുള്ള OSന്റെ ഫംഗ്ഷൻ ആണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. അടുത്ത ഫയൽ മാനേജ്മെന്റ്. കമ്പ്യൂട്ടറിൽ ഡേറ്റ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഒരു കമ്പ്യൂട്ടറിലെ ഡേറ്റ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഡേറ്റ ഡിസ്ക് അല്ലെങ്കിൽ SSD. പക്ഷേ OS ഇല്ലെങ്കിൽ ഫയൽ എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കും? അതിനൊരു വഴിയില്ല. അപ്പോൾ നമ്മുടെ ഫയൽ സിസ്റ്റം മാനേജ്മെന്റിൽ നമ്മൾ OS എന്തൊക്കെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യും,
ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യും, അതിനെ റീനെയിം ചെയ്യും, ഫോൾഡർ മാനേജ് ചെയ്യും, റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യും. റീഡ് ആർ റൈറ്റ് മീൻസ് എഴുതുക അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതാണ് റീഡ് ആർ റൈറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ലൈബ്രറിയില് ബുക്സ് എല്ലാം റാക്കിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ബുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, ഭയങ്കര പാടായിരിക്കും. നമ്മൾ എല്ലാ റാക്കും തിരയണം, എല്ലാ സ്ഥലത്തും നോക്കണം. ഒരു ഡിസോർഡർ ആയിട്ട് വെച്ചിരുന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ലൈബ്രറിയനെ വെച്ചേക്കുന്നത്. ബുക്കിനെ നല്ല നീറ്റായിട്ട് അടുക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ലൈബ്രറിയനെ വെച്ചേക്കുന്നത്. അയാൾ എന്തോ ചെയ്യും, ആ ഫയൽസ് ആ ബുക്സിനെ എല്ലാം കറക്റ്റ് ഓർഡറിലാക്കി, സ്റ്റോറി ബുക്സ് ഒരു സ്ഥലത്ത്, വേറെ ഡിക്ഷണറീസ് വേറൊരു സ്ഥലത്ത്, അങ്ങനെയെല്ലാം ഒതുക്കി പറക്കി വെക്കും. ഓക്കെ, അതാണ് നമ്മുടെ OSന്റെ ജോലി. ഈ ഫയൽസ് എല്ലാം അടുക്കി ഒതുക്കി വെക്കും. ഓക്കെ, അടുത്ത് നമ്മുടെ ലിനക്സിന്റെ ഒരു പ്രധാന കോൺസെപ്റ്റ് ആണ് എവറിത്തിങ് ഈസ് എ ഫയൽ. നമ്മുടെ ലിനക്സിൽ എല്ലാം ഒരു ഫയലാണ്. അതായത് കീബോർഡ് ഒരു ഫയലാണ്, മൗസ് ഒരു ഫയലാണ്, പ്രിന്റർ പോലും ഒരു ഫയൽ പോലെ നമുക്ക് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫയലുകളെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? OS ആണ്. അതായത് ലിനക്സ് എന്ന് പറയുന്ന OS ആണ്. ഓക്കെ, അടുത്തതായിട്ടുള്ള നമ്മുടെ OSന്റെ ഫംഗ്ഷൻ ആണ് ഡിവൈസ് ആൻഡ് IO മാനേജ്മെന്റ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, പ്രിന്റർ ഉണ്ട്, സ്കാനർ ഉണ്ട്, അങ്ങനെ ക്യാമറ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ഓരോ ഡിവൈസിന്റെയും ലാംഗ്വേജ് വേറെ വേറെയാണ്. നമ്മൾ സംസാരിക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും പല ലാംഗ്വേജ് പോലെ ഡിവൈസിന്റെ ഓരോന്നിന്റെ ലാംഗ്വേജസും വേറെയാണ്. OS അപ്പൊ എങ്ങനെയാണ് അവയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഡ്രൈവർ ഉപയോഗിച്ച്. ഡ്രൈവർ എന്തുവാണ്? ഡ്രൈവർ നമ്മൾ ഇപ്പം ബിടെക് പഠിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കുന്ന മെയിൻ ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്ത സംഭവമാണ് ഈ ഡ്രൈവർ എന്തുവാണ്. ഡ്രൈവർ എന്തുവാണ്? നമുക്കൊരു സംശയം കാണും, ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല വണ്ടി ഓടിക്കുന്ന വല്ലതാണോ? അങ്ങനെയല്ല. ഡ്രൈവർ എന്തുവാണ്? ഒരു ട്രാൻസ്ലേറ്റർ. ഇനി മറക്കരുത്, ഡ്രൈവർ എന്തുവാണ്? ഒരു ട്രാൻസ്ലേറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഈ ഡിവൈസിന്റെ പല പല ലാംഗ്വേജസ് കാണും. അപ്പൊ ഈ OS ഈ ഹാർഡ് ഡിസ്കുമായിട്ട് അല്ലെങ്കിൽ ഹാർഡ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? ഡ്രൈവേഴ്സ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ, ഇപ്പോൾ എനിക്ക് മലയാളം മാത്രം അറിയാം, ഇപ്പൊ സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ, അതിനൊരു ഇന്റർപ്രറ്റർ വേണം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതാണ് ഇവിടെ ഡ്രൈവർ. ഓക്കെ, അടുത്തതായിട്ടുള്ള OSന്റെ ഫംഗ്ഷൻ ആണ് നെറ്റ്വർക്കിംഗ്. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? OSന്റെ ഫംഗ്ഷൻ: പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ഡിവൈസ് ആൻഡ് IO മാനേജ്മെന്റ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നെറ്റ്വർക്കിംഗ്. ഒരു കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിനെ OS എങ്ങനെയെല്ലാം മാനേജ് ചെയ്യുന്നു എന്ന് പഠിക്കാനുള്ളതാണ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, നമ്മൾ ക്രോമില് ഒരു ഗൂഗിള് സെർച്ച് ചെയ്തു, www.google.com, നമുക്കറിയാം. അത് നമ്മൾ സെർച്ച് ചെയ്തു. ഇപ്പോൾ അതിന് എന്ത് പോയി? നെറ്റ്വർക്കിലോട്ട് റിക്വസ്റ്റ് പോയി, അതിനൊരു റെസ്പോൺസും വന്നു. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? പ്രോസസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? കേർണലാണ്. ഈ കേർണൽ എന്ന് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അത് OS ആണ് എന്ന് നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന എന്താണ്? കേർണലാണ്. ഈ കേർണൽ TCP അല്ലെങ്കിൽ IP പ്രോട്ടോകോൾ യൂസ് ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ യൂസേഴ്സ് ആയിട്ടുള്ള നമുക്കതൊന്നും
കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നത് എന്താണ്? ബ്രൗസർ മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കൊറിയർ സർവീസ് ഉണ്ട്. നമ്മൾ പാർസൽ കൊടുക്കുന്നവർക്ക് ഡെലിവറി എങ്ങനെ പോകുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല, പക്ഷെ അവരുടെ കയ്യിൽ എത്തും അത്. അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, അതെങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. അത് നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഇവിടെ നെറ്റ്വർക്ക്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ടുള്ളത് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, IPC. ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന് വേറൊരു പ്രോസസ്സിന്റെ അടുത്ത് സംസാരിക്കണം. അതാണ് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് പ്രോസസ് തമ്മിലുള്ള സംസാരം. എക്സാമ്പിൾ, വാട്സപ്പിൽ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തു. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യുന്നത് എന്തുവാണ്? ഒരു പ്രോസസ്സാണ്. വാട്സപ്പ് എന്തുവാണ്? മറ്റൊരു പ്രോസസ്സാണ്. ഇത് തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ആ വാട്സപ്പ് ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ പറയുന്ന പേരാണ് IPC. IPCക്ക് കുറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരാം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരു സ്കൂളുണ്ട്. അവിടെ ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡന്റ് നോട്ട് അയക്കുന്നു മെസ്സഞ്ചർ വഴി. അപ്പൊ ടീച്ചർ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ കൊടുത്തു. ആ സ്റ്റുഡന്റ് ആ വർക്ക് എല്ലാം ചെയ്തിട്ട് ടീച്ചറിന് അതിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുവാണ്, ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? അത് കാണുന്നുണ്ട്. ഓക്കെ, ആ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. സോറി, ടീച്ചർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു പ്രോസസ്സാണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന മറ്റൊരു പ്രോസസ്സാണ്. അപ്പൊ രണ്ട് പ്രോസസ്സ് തമ്മിൽ മെസ്സഞ്ചർ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു. അതെന്താണ് ഇവിടെ? IPC ആണ്, അതായത് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫങ്ഷൻ ഓഫ് OS എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ എല്ലാ OSനും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിനും എന്ത് വേണം? ഒരു പ്രൊട്ടക്ഷൻ വേണം, സെക്യൂരിറ്റി വേണം. ഇല്ലെങ്കിൽ എല്ലാവരും കയറി ഡേറ്റ ഫെച്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു OS ഒരു കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഏത് പ്രോഗ്രാമിനും ഏത് ഫയലും ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാം. നമ്മളൊരു ഫോട്ടോ കിടക്കുന്ന ഫയലിന് വേറൊരു ആപ്പ്, അതാണ് ഒരു പ്രോഗ്രാം, ആ ആപ്പിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഈ OS എന്തുവാണ്? ഇത് OS ഇല്ലെങ്കിലുള്ള സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. OS ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി നടക്കും. നമുക്കറിയാം, പ്രോസസ്സ് എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കും, ഫയൽസ് എല്ലാം അലോക്കേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് നമുക്കവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തോ പഠിച്ചത്? OS എന്തുവാണെന്ന് പഠിച്ചു, കേർണൽ എന്താണെന്ന് പഠിച്ചു, ഈ OSന്റെ ഫങ്ഷൻസ്, അതായത് പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്, നെറ്റ്വർക്കിംഗ്, IPC ആൻഡ് സെക്യൂരിറ്റി. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ലാസ്റ്റ് ഞാനൊന്ന് ചുരുക്കി പറയാം. OS എന്ന് പറഞ്ഞാൽ യൂസേഴ്സിനും ഹാർഡ്വെയർസിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ. കേർണൽ എന്ന് പറഞ്ഞാൽ OSന്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറിനും പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. പ്രോസസ് മാനേജ്മെന്റ് റണ്ണിംഗ് പ്രോഗ്രാംസിനെ നിയന്ത്രിക്കുന്നത്, മെമ്മറി മാനേജ്മെന്റ് RAM ശരിയായി ഉപയോഗിക്കാൻ സഹായിക്കുന്നത്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് നിയന്ത്രിക്കുന്നത്, ഡിവൈസ് മാനേജ്മെന്റ് ഹാർഡ്വെയർ നിയന്ത്രിക്കുന്നു, നെറ്റ്വർക്കിംഗ് ഇന്റർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, IPC പ്രോസസ് തമ്മിൽ സംസാരിക്കാൻ സഹായിക്കുന്നു.